അപ്പം ഞാൻ ഇറങ്ങിക്കോട്ടെ. അപ്പോൾ ആരനെ എന്നാ മടക്കം? താങ്ക് യു വെരി മച്ച്. ഉണ്ടാവും, ഞാൻ ഉണ്ട്, ഒരാഴ്ച ഉണ്ടാവും. ഓക്കെ, ശരി. അപ്പോൾ നമുക്ക് കാണും. താങ്ക് യു എടാ. ശരി. ആടാ പറ, ആരോ വന്നിട്ടുണ്ട്, ഞാനൊന്ന് നോക്കട്ടെ. അതെനിക്ക് ഞാൻ പിന്നെ വിളിക്കാം. എന്താ ഈ നേരത്ത്? ഉള്ള ജോലിയൊക്കെ കളഞ്ഞിട്ട് വരികയാണോ? കൃഷ്ണ ഗുരുവായൂരപ്പ, ഇതാരും മോനോ? അമ്മയെ സർപ്രൈസ് ആയിട്ട് വന്നു. അമ്മനെയൊക്കെ കണ്ടിട്ട് പോവാം, നിങ്ങളെല്ലാവരും കാണും. യാത്രയൊക്കെ സുഖമായിരുന്നു. യാത്രയൊക്കെ സുഖമായിട്ട്. പക്ഷെ അവൾക്ക് എന്ത് പറ്റിയ? എനിക്കറിയില്ല മോനെ, അവർക്ക് എന്താ പറ്റുന്നത്. അവളുടെ സ്വഭാവം കുറെ നാളായിട്ട് അവളുടെ സ്വഭാവം ഇങ്ങനെ. മനസ്സിന് വിഷമമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? നമുക്കൊന്നും തിരുത്താൻ പറ്റില്ലല്ലോ. പിന്നെ നിങ്ങൾക്കൊക്കെ വേണ്ടി പണിയെടുക്കുന്നവരാണ് ഞാൻ. അത് എത്രയോ അകലെ. പക്ഷെ അതാരും മനസ്സിലാക്കുന്നില്ല. എന്ത് ചെയ്യാനാ മോനെ, എന്നെ കൊണ്ട് ഇതൊക്കെ പറ്റുള്ളൂ. ശരി മോനെ, ഇരിക്കും, ഞാൻ ചായ എടുക്കാം. ഞാൻ ഇപ്പൊ എത്തിയുള്ളൂ. എല്ലാവരും ഒരു സർപ്രൈസ് തരാൻ വേണ്ടി വന്നു. ആ, വെരി ഗുഡ്, വെരി ഗുഡ്. എന്ത് പറയണോ എല്ലാം? ഫ്രണ്ട്സ് ഒക്കെ എന്ത് പറയണോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ മോളെ, നാളെ രാവിലെ കാണാം കേട്ടോ. ഗുഡ് നൈറ്റ്. അളിയ, നീ എവിടെയാ? ആ ചേട്ടാ, ഞാനിവിടെ ഉണ്ട്. അങ്ങോട്ട് വരണോ? എത്താം. എന്താ പറയാ, കുടുംബം കൈവിട്ടു പോലെ എത്ര സന്തോഷത്തോടെ ഗൾഫിൽ വന്നത്. സ്വീകരണം കണ്ടപ്പോഴേ കാര്യം പന്തുകളായി. ചേട്ടാ, അത് ഈ കാര്യം എനിക്കും ജയിപ്പിക്കും അറിയാവുന്നതായിരുന്നു. ചേട്ടൻ്റെ വിഷമമുണ്ടെന്ന് കരുതി പറയണ്ടേ, ഒരു സൂചനയുണ്ട് നിങ്ങൾ തരണ്ടേ. അത് ചേട്ടൻ എങ്ങനെ ഇതിനെ എടുക്കും എന്ന് നമുക്കറിയില്ലല്ലോ. എങ്ങനെ എടുത്താലും ഇതൊരു കുടുംബമല്ലേ. എനിക്കൊരു മുതിർന്ന മകളില്ലേ. ചേട്ടൻ അതുകൊണ്ട് പേടിക്കണ്ട. ചേട്ടൻ ഇപ്പം ഇത്ര ദൂരത്തൊന്നും വന്നതല്ലേ. റെസ്റ്റ് എടുക്കും. നമുക്ക് എല്ലാത്തിനും നാളെ ഒരു പരിഹാരം ഉണ്ടാവും. എങ്ങനെയാ റെസ്റ്റ് എടുക്കുക? മനസ്സിനൊരു സമാധാനം ഉണ്ടെങ്കിൽ ഇരിക്കാൻ ഇല്ല, വീട്ടിനുള്ളിൽ പോകാൻ തോന്നില്ല. അങ്ങനെയല്ല, ഇപ്പം എന്തായാലും റെസ്റ്റ് എടുക്കും. നാളെ നമുക്ക് അവിടെ ഇരിക്കണ്ടല്ലോ, അവളുടെ ഭാവം. ഞാൻ ആ വീട്ടിൽ ഇരിക്കേണ്ടത്. ഇല്ല, നമുക്ക് നോക്കാം. നാളെ എന്തായാലും JP കൂടെ വരും. JP കൂടെ നമുക്ക് ആലോചിച്ച് തീരുമാനം. ഞാൻ വിളിച്ച് സംസാരിച്ചു. മറക്കണ്ട. നിൽക്ക്, എനിക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്ത്? അയാളുടെ കാര്യം പറയാനല്ലേ? എനിക്ക് കേൾക്കാൻ താല്പര്യമില്ല. അതേടി, നിനക്കിപ്പോ കേൾക്കാൻ താല്പര്യമില്ല. നിന്നെ ഇന്ന് ഈ നിലക്കെത്തിച്ചത് അവനാ. അതിന് ഞാൻ അയാളുടെ അടിമയായിട്ട് ഇങ്ങനെ കഴിയണോ? നിനക്ക് കുറച്ച് സ്നേഹമെങ്കിലും കാണിച്ചൂടെ അവനോട്? നോക്കമ്മേ, അമ്മ കൂടുതൽ സംസാരിക്കണ്ട. എനിക്ക് അയാളെ വേണ്ടേ വേണ്ട. മോള് വന്നോ? അതെ, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടായിരുന്നു. എന്നോട് വരാൻ പറഞ്ഞത് അറിയാലോ, സുരേഷും പ്രീതിയും തമ്മിലുള്ള പ്രശ്നം. എന്താ ചെയ്യാ, എനിക്ക് ആലോചിച്ചിട്ട് ഒരു ഒത്തും പിടിയും കിട്ടുന്നില്ല. എന്തെങ്കിലും ഒരു പരിഹാരം കാണണ്ടേ അതിന്? മോള് വളർന്നു വരുമല്ലേ. ഇതിപ്പോ നമ്മളെന്താ ചെയ്യാ? അമ്മ എന്താ ചെയ്യും? ഞാൻ എന്ത് ചെയ്യും? എവിടെ സുരേഷ്? എവിടെ? അവൻ കിടക്കുക. ശരി, ഞാൻ നോക്കട്ടെ. ശരി അമ്മ, ഇനി നാളെ കാണാം. ഞാൻ വിളിക്കാട്ടോ.
നിർത്തിയത്? വീട്ടിലേക്ക് പോകണ്ടേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ് പറയാനുള്ളത്? എനിക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. എന്താണ് ഈ പ്രശ്നങ്ങൾ? എന്നോട് പറയോ? അല്ല, അതിപ്പോൾ എന്നോട് പറയില്ലെങ്കിൽ പിന്നെ ആരോട് പറയും? എനിക്കറിയാം പൈസേൻ്റെ പ്രശ്നമാണോ? എൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട്, പൈസയുണ്ട്, അങ്ങേരുടെ വീട് വരെ എൻ്റെ പേരിലാണ്. പിന്നെ എന്താണ് ഇത്രയും ടെൻഷൻ? ഫ്രഷ് ആയിട്ട് വന്നോളൂ. എവിടെയെന്ന് അറിയാമല്ലോ, വാഷ്റൂം. ഞാൻ പോയി. സുഖം. നമ്മൾ പറയാൻ വരുന്നത് അറിയില്ലല്ലോ. ഫോണിൽ പറഞ്ഞിരുന്നു. എന്താ സംഭവം? നമ്മൾ വിചാരിക്കുന്നതിൻ്റെ അപ്പുറമുള്ള സംഭവങ്ങളാണ് ഈ രണ്ട് ഇവിടെ വന്നപ്പോൾ അറിയാൻ കഴിയുന്നത്. പുള്ളിക്കാരി കൂടി ഇല്ല ഇപ്പോൾ. പുള്ളിക്കാരി പോയിട്ടുണ്ട്. ഇതാണ് പുള്ളിക്കാരുടെ സ്റ്റാൻഡ്. ഇത് സംസാരിക്കുന്നതിന് കാര്യമുള്ളൂ. നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള തോന്നിയവാസങ്ങൾ ചെയ്തിട്ട് സംസാരിക്കുന്നതിൻ്റെ അർത്ഥം എന്താവും? അതെ, ഇതെന്തായാലും ആരാ എനിക്ക് അറിയത്തില്ല ആരാണ്. വിളിക്കണം നിന്റെ മറ്റോളെ. സർ വരൂ. എന്താ പ്രശ്നം? പ്രശ്നം എനിക്കറിയില്ല. നമുക്ക് ഇത് സംസാരിക്കാം. എങ്ങനെയാണ് ഒരു വീട്ടിൽ കടന്നു വരുന്നത്? എനിക്കറിയാത്ത പ്രശ്നം എന്താ ഉള്ളത്? സർ പ്ലീസ്. താനെന്താ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളല്ലേ? വീട്ടിൽ സംസാരിക്കാം. വന്നതെന്നല്ല ഞങ്ങള് കാര്യങ്ങളെല്ലാം വളരെ സ്റ്റഡി ആയിട്ട് പഠിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ്. ഇവിടെ എന്ത് സംഭവിച്ചു സാർ? ഒന്നും അറിയില്ല. ഇനി വിളിക്കുന്നിടത്ത് വിളിപ്പിച്ച് സംസാരിപ്പിക്കണോ? ചിലപ്പോൾ വേണ്ടി വന്നു വരും. സ്റ്റേഷനിൽ വെച്ച് നമുക്ക് സംസാരിക്കുന്ന. അല്ല, അവന്റെ അഭിനയം കണ്ടറിയാം, അവന്റെ മുഖം കണ്ടറിഞ്ഞൂടെ? പഠിച്ച കളനാന്ന് അറിയില്ല. ഇയാളറിയില്ല. ഇയാളുടെ കുടുംബം ആയിട്ട് നിനക്ക് എന്താ ബന്ധം? ഇയാളുടെ ഭാര്യയായിട്ട് എന്താ ബന്ധം നിനക്ക്? ഇല്ല, ബന്ധമില്ല, അറിയില്ല. ഫസ്റ്റ് ഇയാളുടെ വൈഫിനെ വിളിക്കും. നിങ്ങൾക്ക് വീട് മാറിപ്പോയതായിരിക്കും. വീടൊന്നും മാറിയിട്ടില്ല മിസ്റ്റർ. കറക്റ്റ് സ്ഥലത്ത് തന്നെ വന്നിരിക്കുന്ന, കറക്റ്റ് ആളുടെ അടുത്ത് തന്നെ ഇരിക്കും നിൽക്കുന്നത്. ഇത് നോക്ക്. ലൈഫിലെ ഹലോ കേക്ക്, പറയുന്നത് ആദ്യം കേക്ക്, മനസ്സിലായോ? ഇത് ഞങ്ങൾ സ്ഥിരം കാണുന്ന. അങ്ങനെ പേടിക്കുന്ന ഒരു കൂട്ടത്തിലല്ല. അത് മനസ്സിലായി. ഇനി ഈ വേഷം കെട്ടി കാണിക്കില്ല. എന്നെ തള്ളിയതല്ലേ? ക്ഷീണിച്ചിട്ടുണ്ടോ? ഞങ്ങൾ ആദ്യത്തെ മര്യാദ സ്വീകരിക്കാൻ വന്നല്ലോ. അവിടെ താൻ ഇരുത്താൻ വന്ന ആളല്ല ഞങ്ങള്. ഞാൻ വീണ്ടും ചോദിക്കുകയാണ് തന്റെ അടുത്ത്, തനിക്ക് ഒഴിവാകൂല്ലയോ? മര്യാദ സംസാരിച്ച ചാൻസ് കൊടുക്കണല്ലോ. എന്റെ വീട്ടിൽ ഇങ്ങനെ കയറി വാറണ്ടോ? ഞാനപ്പോ ആ രീതിയിലാണ് പോണത്. ഒഫീഷ്യലായിട്ട് തന്നെ പോകണം. 100%. കാരണം 3 ആൾക്കാർ വന്നിട്ട് എനിക്കറിയാത്ത കുറെ കഥകൾ പറഞ്ഞ് താൻ ഫസ്റ്റ് സാർ അങ്ങനെ വീട്ടിൽ ആരെങ്കിലും വിളിക്കാൻ പറയാനൊന്നും ഇവിടെ നിങ്ങൾക്ക് ആർക്കും ആയിക്കോട്ടെ. എന്നാ പിന്നെ ആ വഴിക്ക് പോവാം നമുക്ക്. സാർ അവളെ വിളിക്കാൻ പറയും. ഫസ്റ്റ് അവിടെ ഇവിടെ ഉണ്ടോ നമുക്ക് പറയണം. സെർച്ച് ചെയ്യാനായിട്ട് എനിക്ക് ആരും വരേണ്ട ആവശ്യമൊന്നുമില്ല. അല്ല, അത് വേറെ വിഷയം. നിയമ വഴിക്കല്ല താൻ നടക്കുന്നത്. താൻ നിയമത്തിന് ഫസ്റ്റ് വിളിക്കാളെ
അടുത്ത ആളെ വിളിക്കും. അല്ല നിയമവും എല്ലാം നോക്കിയിട്ടാണ് ഇയാൾ ജീവിക്കുന്നത്. സെറ്റിൽ ചെയ്യാൻ കാര്യങ്ങൾ കുടുംബത്തോടെ ഇരിക്കുന്ന ഒരു കുടുംബം കളിക്കപ്പോൾ ഇയാൾക്ക് സമാധാനമായി. ഇയാൾ അന്യ നാട്ടിലേക്ക് അടുത്ത് കഷ്ടപ്പെട്ട് ഇയാളെ കുടുംബം കാര്യങ്ങളും ഒക്കെ വിട്ടിട്ടാണ് ഇവിടെ ഒരു വന്നത്. കുടുംബം കോഞ്ഞാട്ടിയപ്പോ ഇയാളെ ഹാപ്പി. സാർ ഏത് സ്റ്റേഷനിലാ? എനിക്ക് എന്റെ ഡീറ്റെയിൽ അറിയണോ? അല്ല നിങ്ങൾക്ക് മന്ത്രി പ്രധാനമന്ത്രിയെ പിടിപാടുണ്ടാവും. അത് പറഞ്ഞ് വിളിച്ചു പറയാം. ഞാൻ കമ്മീഷണർക്ക് വിളിക്കാം. കമ്മീഷണർ നിങ്ങളെ ഞങ്ങൾ ഫോളോ അപ്പ് ചെയ്ത് വരികയായിരുന്നു അത്ര നേരം. വളരെ കൃത്യമായിട്ട് അറിയാം നിങ്ങൾ ഏത് വണ്ടിയിൽ വന്നു എവിടുന്ന് വന്നു എന്നുള്ളത്. നിങ്ങളുടെ കൂടെ വന്ന കുട്ടി അകത്തുണ്ട്, മനസ്സിലായോ? ഇദ്ദേഹത്തിന്റെ വൈഫ് വിളിക്കുന്നോ ഞങ്ങൾ അകത്ത് കയറി വിളിക്കണോ? സർ അല്ല, പൊട്ടം കളിക്കരുത്, പൊട്ടം കളിക്കരുത്, പോലീസിന്റെ അടുത്ത് പൊട്ടം കളിക്കരുത്. With due respect to your uniform, please be seated. ഞാൻ എടുത്തോളാം. അല്ല നീ ഞങ്ങളെ അതൊന്നും വേണ്ട. ഞങ്ങൾ ആരാണെന്നുള്ളത് പഠിപ്പിച്ചു തരാം. അത് വേറെ കാര്യം. വല്ലാണ്ട് ബുദ്ധി കാണിക്കാണ് അയാള്. അല്ല ഇവന്റെ വർത്തമാനം ആദ്യം പൊട്ടിക്കും. മര്യാദക്കാണെങ്കിൽ ഞങ്ങൾക്ക് മര്യാദ രീതിയിൽ പോവാം. ഇല്ല സീൻ മാറും. വെറുതെ യൂണിഫോം നിങ്ങൾ റെസ്പെക്ട് യൂണിഫോം എല്ലാം പറഞ്ഞു. ഈ യൂണിഫോമിന്റെ വില ഞാൻ കാണിച്ചു തരേണ്ടി വരും. ഈ യൂണിഫോമിന് മുകളിലും എന്റെ വൈഫ് നിന്റെ വീട്ടിലുണ്ടെങ്കിൽ നീ വിവരം എന്റെ വീട്ടിൽ നിന്ന് എനിക്ക് എടുത്തിട്ട് വരാനുള്ള ഇയാളും കണ്ടിട്ടുണ്ട്, ഞാനും കണ്ടിട്ടുണ്ട്. അല്ലല്ല, എന്റെ വീട്ടിൽ തന്നോട് പെർമിഷൻ ചോദിച്ചിട്ടൊന്നല്ല ഞങ്ങൾ വന്നത്. തന്നോട് പെർമിഷൻ ചോദിച്ചിട്ടൊന്നല്ല ഞങ്ങൾ വന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്റെ വീട്ടില് സംസാരിക്കുന്ന മാന്യമായിട്ട് എന്റെ പെണ്ണിനെ ഇറക്കിക്കൊണ്ടുവന്ന് എന്റെ ഭാര്യ ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ മുന്നും പിന്നും നോക്കില്ല. ഞാൻ ആരാണെന്ന് അറിയും. സീൻ മാറും. ഇങ്ങനെയൊക്കെയാണ് എല്ലാം മാറും. ആക്ട് ചെയ്യാൻ നിൽക്കണ്ട, പിടിവിട്ട് നിൽക്കണം. ഞാൻ കൂടുതൽ ആക്ട് ചെയ്യണ്ട. ഞങ്ങളുടെ കണ്ണാലെ കണ്ടിട്ടാണ്. തൊട്ട് പുറകെ ഞങ്ങളുണ്ട്. നിങ്ങളെ ഫോളോ ചെയ്തിട്ട് ഈ വിവരം ഞങ്ങൾ അറിയാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലേ. ഇയാളെ എന്നോട് പറഞ്ഞിട്ട് കുറച്ചു കാലേ നിങ്ങളെ ഫോളോ അപ്പ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുക. സ്മാർട്ട് ആവാൻ നോക്കണ്ട. കൂടുതൽ ഞാൻ വിളിക്കും, സ്റ്റേഷനിലേക്ക് വിളിക്കും, ജീപ്പ് വരും, ആൾക്കാരെ കൊണ്ടുപോകും. അറസ്റ്റ് വാറണ്ടും കാര്യങ്ങളൊക്കെ വന്നോട്ടെ. ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണ്ട. വിളിക്കും, മര്യാദക്ക് വിളിക്കും. ഇദ്ദേഹം കയറി വിളിക്കണോ? ഞാൻ കയറണോ? യാതൊരുവിധ ബന്ധമില്ല. വേണ്ട, അയാളൊരു ബന്ധം വേണ്ട. എന്റെ വീട്ടിലേക്ക് അയാളായിട്ട് യാതൊരു ബന്ധം വേണ്ട. ഞാനാ പറയണപ്പോ ഞാനാണ് പറയണത്. നിങ്ങളുടെ ഒപ്പം വന്ന ഒരു ആള് എന്നെ തള്ളി. ഇതെല്ലാം സംഭവിക്കുന്നതാണ്. കൊണ്ടുവന്നത് ശരിയാണോ? താൻ തല്ലിക്കൊണ്ടുവന്ന ആരാ അടുത്തുള്ളത്? വിളിക്ക്. നിങ്ങൾ വിളിക്കുന്നതാണ് നല്ലത്. മര്യാദക്ക് വിളിക്കുന്നതാണ് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ വനിതാ പോലീസിനെ വിളിക്കും. ഞാനിവിടെ നിൽക്കണോ വന്നല്ലോ. അപ്പൊ നീ ഇവിടെ ഓടിച്ചിരിക്കല്ലേ പണി? എന്ത് നിർത്തുന്നത്? ഞാൻ ഇവിടെ വന്നത് എന്റെ സ്വന്തം ഇഷ്ടത്താലാണ്. നിങ്ങൾക്ക് ഒരു അധികാരം ഇല്ല എന്നെ ഇവിടെ നിൽക്കരുതെന്ന് പറയാനായിട്ട്. എന്റെ ഇഷ്ടത്തിലാണ് ഞാൻ വന്നത്. ഒരു നിമിഷം. ഇയാളുടെ ഭാര്യ അതെ. ഇയാളെങ്ങനെ അറിയാം? അയാൾ എന്റെ കാമുകനാണ്. ആണല്ലോ അല്ലേ? അതെ, ക്ലിയർ ആണ്. കാര്യമെല്ലാം വ്യക്തമല്ലേ? അല്ല ഞാൻ അവളുടെ ഡയലോഗ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. സാറിന് മുമ്പിൽ ആളുടെ പറഞ്ഞ വാക്കുകൾ താനല്ലേ കള്ളക്കളി കളിച്ചിരുന്ന അകത്ത് അപ്പൊ എന്നെ കുറിച്ച് വേറൊരു കംപ്ലൈന്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മാത്രമല്ല നിന്റെ സ്ഥിരം പണിയാണത്. എന്റെ നിന്റെ വീടാണെന്ന് എനിക്കറിയേണ്ട ആവശ്യമില്ല. നിനക്ക് ആരാണെന്നറിയോ? ഇതാരാണെന്നറിയോ? എന്റെ വൈഫ്. ഞാൻ കിട്ടിയ ഇതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഇയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഇയാളുടെ കൂടെ ജീവിക്കാൻ താല്പര്യമില്ല. എനിക്ക് എന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം വേണം. ഫൈനൽ തീരുമാനമാണ്. അതെ. കുഞ്ഞിനെ കുറിച്ച് ഓർക്കുന്നില്ല? നിങ്ങളുടെ കുഞ്ഞിനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നില്ല? ഇല്ല. താല്പര്യമില്ല? ഇല്ല. അപ്പൊ നിനക്ക് നിന്റെ സ്വന്തം ഇഷ്ടം മതി. അതെ. നമുക്ക് വേറെ വഴി നോക്കാം. നമുക്ക് വേറെ കാര്യങ്ങൾ നോക്കാം. അവർ സുഖമായിട്ട് ജീവിക്കട്ടെ. വേറെ വഴിയുണ്ടല്ലോ. നീ അനുഭവിക്കാൻ പോണതേ ഉള്ളൂ. ബെസ്റ്റി, എനിക്ക് പേടിയാവുന്നു. ഇനിയിപ്പോ ഇത് പോലീസ് കേസൊക്കെ ആവോ? എന്ത് ചെയ്യും നമ്മള്? ശാന്തമായിട്ടിരുന്ന് ആലോചിക്കാം. ഞാനൊന്ന് ഫ്രഷ് ആക്കി വരാം. എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ട്.
ബെസ്റ്റ് ഇതാരാണ് നിങ്ങൾ ഇത്ര മെസ്സേജൊക്കെ അയക്കുന്നത്? ഇതെന്താണ് ഈ ഫോണില്? ഇതാരുടെ ഈ ഫോട്ടോ ഒക്കെ? നമുക്ക് ആദ്യം നേരത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നെ ചതിക്കുകയാണോ? ഇതെന്താണ് ഞാൻ കാണുന്നത്? ഇത്രയൊക്കെ കഴിഞ്ഞിട്ട് ഇതാണോ ഞാൻ കാണേണ്ടത്? എന്റെ കൊലീഗാണ് ബെസ്റ്റ്. ഇത് അല്ല ഞാൻ പ്രതീക്ഷിച്ചത്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങേരെ വിട്ടിട്ട് ഇവിടെ വന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? എനിക്കൊരു കാര്യം കേൾക്കണ്ട. ഒരാളുടെ ഫോൺ വേറൊരാളുടെ സമ്മതമില്ലാതെ തുറന്നത് ശരിയാണ്. നിങ്ങൾക്കിപ്പോ ഞാൻ ഫോൺ തൊട്ടതാണോ പ്രശ്നമായത്? ഞാൻ എന്റെ ജീവിതം കൊണ്ടാണ് കളിക്കുന്നത്. നമ്മളുടെ തന്റെ ഫോൺ ഞാൻ ഇങ്ങനെ എടുത്ത് പരിശോധിക്കാൻ പാടില്ല. നോക്കിക്കോളൂ, എന്റെ ഫോണിൽ നിങ്ങൾക്ക് ഒന്നും കാണൂല. പക്ഷെ ഇതെന്താ ഞാൻ കണ്ടത്? ഇതിനു വേണ്ടിയാണോ ഞാൻ ഇവിടെ വന്നത്? നിങ്ങളൊരു ചതിയനാണ്. എനിക്ക് മിണ്ടണ്ട നിങ്ങളോട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് കേൾക്കാൻ വലിയ താല്പര്യമൊന്നുമില്ല. നടന്നത് നടന്നു. നമുക്കിനി ഇത് എന്താ നടന്നത്? എന്റെ മനസ്സമാധാനം പോകുന്ന രീതിയിലേക്ക് തന്റെ ഭർത്താവ് ആരാണെന്ന് പോലും അറിയാതെ ഒരു പോലീസിനെയും കൂട്ടി വന്നിട്ട് എന്റെ വീട്ടിന്റെ ഉള്ളിൽ കയറി വന്നിട്ടാണ് അവർ എന്നെ ഹറാസ് ചെയ്തത്. പക്ഷെ ഞാൻ അവരെയൊക്കെ വിട്ടിട്ടല്ലേ ഞാൻ വേണ്ടി വന്നത്. അത് കഴിഞ്ഞും സഹിച്ച് എന്റെ ഒരു 2 ഫോട്ടോ കണ്ടപ്പോഴേക്ക് താൻ എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയത്? ഇങ്ങനെയാണോ ഒരു ബന്ധം ഉണ്ടാവുക? എന്റെ ഫോണിൽ അങ്ങനത്തെ ഒരു ഫോട്ടോ കണ്ടിരുന്നെങ്കിൽ എനിക്ക് എന്റെ ഫോട്ടോ കാണണ്ടോ? നീ എന്റെ ഫോട്ടോ കാണണ്ട. എന്റെ ഫോൺ എന്റെ സമ്മതമില്ലാതെ എടുത്ത് നോക്കരുത് എന്നുള്ള ഒരു ബേസിക് മര്യാദ. ഇതിനു വേണ്ടിയാണോ ഞാൻ ഇതെല്ലാം വിട്ടെറിഞ്ഞ് വന്നത്? ഒരു കാര്യം പറയാം, നീ വലിയ ശീലാവതിയൊന്നും ചമ്മയണ്ട. നീ സ്വന്തം കുട്ടിയെയും ഭർത്താവിനെയും ഉപേക്ഷിച്ചിട്ടാണ് ഇപ്പൊ എന്റെ ഒപ്പം വന്നിരിക്കുന്നത്. മനസ്സിലായോ? എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് നമ്മൾ തമ്മിൽ ഇങ്ങനത്തെ വർത്തമാനം പറഞ്ഞു തീർക്കേണ്ട ഒരു കാര്യമുള്ളത്. നീ നിന്റെ തീരുമാനം എടുത്തോളണം. ഉടനെ ഇപ്പൊ തീരുമാനിച്ചോളണം. അപ്പൊ ഞാൻ എടുത്ത തീരുമാനം എനിക്ക് ഇനി വായ തുറക്കുന്നത് കണ്ടുപോകരുത്. ഞാൻ കാര്യം പറയാം. സോറി, നിനക്കെന്നെ അറിയില്ല. എന്റെ തനി സ്വഭാവം ഏൽപ്പിക്കരുത്. ഇനി വരുമ്പോൾ ഇവിടെ കണ്ടുപോകരുത്. ഇതാണ് തന്റെ തനി സ്വഭാവം അല്ലേ? ഞാൻ ഇപ്പോൾ പോയി കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തിരിച്ചു എന്നെ ഇവിടെ കൊണ്ടുപോകരുത്. ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടാവരുത്. മനസ്സിലായോ? ഞാനെല്ലാം വിട്ടിട്ട് വന്നതാണ്. നിനക്ക് ഞാൻ വാട്സാപ്പ് ചെയ്ത് പറഞ്ഞില്ലേ? അങ്ങനെ പറയല്ലടാ. അങ്ങനെ പറയല്ലേ. Okay, bye, Molo. ഇനി ആരോട് ക്ഷണിച്ചപ്പോ പടിഞ്ഞേരി വന്നിരിക്കുന്നു. അവനില്ല, മറ്റവനോടെ നിന്നോട് മനുഷ്യൻ എന്താ പറയുന്നത്? അമ്മ എന്താണെന്നറിയില്ലേ? ഈ അമ്മ നമുക്ക് വേണോ? ഇനി വേണോ നമുക്ക് ഈ അമ്മയെ? ഇനി ഇതേപോലെ തെറ്റ് ചെയ്താലോ? ചെയ്യത്തില്ലേ?
ഞാൻ ചെയ്യൂല, എന്നെ ക്ഷമിക്കൂ പ്ലീസ്. നീ പഠിച്ച കഴിയും ഇനി നീ ചെയ്ത ഇനി ഞാൻ ചവിട്ടി കൂട്ടും. ഇതെൻ്റെ അവസാനത്തെ പാട്ട്. ഇനി ചെയ്യോ നീ മാപ്പ് പറഞ്ഞ് പുള്ളിക്ക്. എന്നെ ക്ഷമിക്കൂ പ്ലീസ്. സോറി, എനിക്ക് അപ്പം പറ്റും.